Audio Jungle. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവലിംഗ് വ്ലോഗാണ്. ട്രാവലിംഗ് എങ്ങട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലിയിലേക്കും. കാശ്മീരിൽ പോകാൻ ബുക്ക് ചെയ്ത് ഞങ്ങൾ അവസാനം പോയതോ മണാലിയിലേക്കും. ട്രെയിനിൽ പോവാന്നിട്ട് ആദ്യം വിചാരിച്ചത്. പക്ഷെ ട്രെയിനിൽ പോകുമ്പോൾ കുറേ ദിവസം എടുക്കൂലേ. അപ്പൊ നമ്മളെ ക്ലിനിക്കൊക്കെ അത്രയും ദിവസം അടച്ചിട്ട് കഴിഞ്ഞാലേ നമ്മളെ പേഷ്യൻസ് വേറെ ക്ലിനിക്ക് നോക്കി പോവും. അങ്ങനെ നമ്മളെ യാത്ര ഫ്ലൈറ്റിലാക്കി. പിന്നെ നദുവിന്റെ ഒരു ആഗ്രഹം കൂടിയല്ലേ, അവള് ഫ്ലൈറ്റ് കയറിയിട്ടില്ല എന്ന് കുറെ കാലമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ആഗ്രഹം കൂടി അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുത്തു. 9 മണിക്കുള്ള ഫ്ലൈറ്റിന് 4 മണിക്ക് എണീറ്റിട്ട് മറ്റുള്ളവരും കൂടി എണീപ്പിച്ചിട്ട് സമയത്തിന്റെ കാര്യത്തിൽ അത്രയും ആത്മാർത്ഥത കാട്ടുന്ന കെട്ടിയോനും. ഞാനാണെങ്കിൽ സമയത്തിന്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് ബാക്കില. ചെറുതായിട്ടല്ല കേട്ടോ, കുറച്ച് നന്നായിട്ട് തന്നെ. എന്നെ നേരിട്ട് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ എന്റെ സമയത്തിന്റെ കൃത്യനിഷ്ഠത നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. 9 മണിക്കുള്ള ഫ്ലൈറ്റിന് 8 മണിക്ക് എണീറ്റിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തണം. ഇന്നെ പോലെയുള്ളവർക്ക് തന്നെയല്ലേ ഇത്രയും കൃത്യനിഷ്ഠതയുള്ള കെട്ടിയന്മാരും കിട്ടേണ്ടത്. പിന്നെ രാവിലെ തന്നെ നവാസ് ഖാന്റെ അടുത്ത് വായിലുള്ളതൊക്കെ കേൾക്കേണ്ടതൊക്കെ കേട്ടപ്പോ തന്നെ ഞാൻ വേഗം ശരിയായിട്ട് 7 മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും എയർപോർട്ടിലെത്തി. എന്തിനാ ഇപ്പൊ ഇത്രയും നേരത്തെ തന്നെ വന്നെന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ തന്നെ കേട്ടതുകൊണ്ട് പിന്നെ ഇനി കേൾക്കേണ്ടി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ കാര്യം ഞാൻ ചോദിച്ചില്ല. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ പോകുന്നോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കണതിനെ പറ്റിയിട്ടൊന്നും നവാസ്ക ഒരു അക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ എന്റെ മക്കളോട് പണ്ട് അബ്ബ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്പ്രിങ്കിൾസ് വാങ്ങി തന്നിരുന്നു, ചോക്ലേറ്റ് വാങ്ങി തന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം തള്ളി മറിച്ചു. ഇനിയിപ്പൊ അത് കേട്ടിട്ടാണോ എന്തോ നവാസ്കർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാലേന്ന്. അങ്ങനെ നേരെ ഒരു ഹോട്ടലിൽ പോയിട്ടോ. ഞാൻ മെനു കാർഡൊക്കെ നോക്കി ഏതാ വേണ്ടെന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്ക് നവാസ്ക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞു 4 മസാല ദോശയും ചായയും. ഇപ്പൊ ഞാൻ എന്താ വിചാരിച്ചാൽ 4 ആളുണ്ടാവുമ്പോ 4 വെറൈറ്റി ആക്കാലോ, അപ്പൊ അങ്ങനെ 4 ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അങ്ങനെ അതും സ്വാഹ. അങ്ങനെ നീണ്ട 1 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം നമ്മളെ മസാല ദോശ എത്തി. സംഭവം പറയാതിരിക്കാൻ വയ്യട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബില്ല് വന്നപ്പോ സംഭവം അതിലേറെ ഞെട്ടിപ്പോയി. 4 മസാല ദോശക്കും 3 ചായക്കും കൂടി 1780 രൂപ. അല്ലോ, ഞാൻ വിചാരിച്ചേ നമ്മളവിടുത്തെ ഷോപ്പൊക്കെ ആവുമ്പോ അതില് 80 രൂപയുള്ള ഒരു മസാല ദോശക്ക്. പിന്നെ തട്ടുകടയിലൊക്കെ ആണെങ്കിൽ 35 രൂപ അല്ലെങ്കിൽ 45 രൂപക്കൊക്കെ നല്ല അടിപൊളി മസാല ദോശ കിട്ടും. പിന്നെ ട്രിപ്പല്ലേ, പോണ ആദ്യത്തെ ദിവസം. അപ്പൊ നവാസ്ഖാന്റെ പേഴ്സിന് കുറച്ച് കനം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാവും ഒന്നും പറഞ്ഞതുമില്ല. സംഭവം ഉണ്ടല്ലോ, പുതിയ ഗിംബലൊക്കെ വാങ്ങിച്ച് വീഡിയോ എടുക്കണം അതാണ്. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് ഒന്നും നമുക്കത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ അതിന്റെ മുന്നേ അത് ചെക്ക് ചെയ്തില്ലായിരുന്നു. അന്നത്തെ ദിവസമായിരുന്നു ആദ്യമായിട്ട് എടുത്തത്. അപ്പൊ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും ഈ വീഡിയോയിലും കാണൂട്ടോ. പിന്നെ എന്റെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എടുത്തു തരൂല. ജാസിനോട് എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേഗം ഫോണ് നദുവിന്റെ കൈ കൊടുക്കും. അവനെടുത്ത് എനിക്കൊട്ട് ഇഷ്ടാവൂല. കാരണം നമ്മളെ മുഖത്തില്ല കുത്ത് പാട് കോമ എല്ലാം കാണിച്ചിട്ടേ അവൻ ഫോട്ടോ എടുക്കുള്ളൂ. എനിക്കാണെങ്കിൽ അത് കാണുന്നത് വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളെ ഫ്ലൈറ്റ് വരാൻ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത്രയും സമയം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഒക്കെ ആയിട്ട് എയർപോർട്ടിൽ കൂടി അങ്ങനെ കറങ്ങി. ബാംഗ്ലൂർ എയർപോർട്ട് കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. പക്ഷെ ഇവരെല്ലാരും കൂടി പറഞ്ഞ അത്രയും ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ 1 ആണ്. ടെർമിനൽ 1 അത്രയും വലിയ സംഭവം ഒന്നല്ല. ടെർമിനൽ 2 ഭയങ്കര കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞത് കേട്ടു. പതിവ് തെറ്റിക്കാതെ ബുക്ക് കണ്ട ഉടനെ നവാസ്ക അവിടെ എത്തി. എനിക്കാണെങ്കിൽ ബുക്ക് വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. എന്നാ അതിന് പകരം വല്ല മാളിൽ കൂടിയോ അല്ലെങ്കിൽ വല്ല ഷോപ്പിങ്ങിനൊക്കെ പോവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലാസ്റ്റ് ചെക്കിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്ലൈറ്റിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നദുവിനോട് ഓരോന്ന് പറഞ്ഞ അവളെ കളിയാക്കണുണ്ട്. കാരണം ആദ്യമായിട്ട് കേറുമ്പോൾ ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് അവൾക്ക്. അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ട് അതിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. വല്ലാണ്ട് എടുക്കാനൊന്നും പറ്റില്ല, കാരണം വേറെയും പാസഞ്ചേഴ്സ് ഉള്ളതൊക്കെ അല്ലേ. അപ്പൊ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഗിംബലിന്റെ ആ ഒരു മിസ്റ്റേക്ക് എന്തായാലും ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അത് ശരിക്കും കാണുന്നത്. അങ്ങനെ പിന്നെ ഞാനും ജാസിയും ഒരു അടുത്തടുത്ത് ഇരുന്നു, അതും നവാസ്കി അപ്പുറത്തെ സീറ്റിലും ഇരുന്നു. അങ്ങനെ ഹെയർ ഹോസ്റ്റസിന്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഫ്ലൈറ്റ് പൊങ്ങാൻ തുടങ്ങിട്ടോ.
അങ്ങനെ ഒരു 11:45 ആയപ്പോൾ ഫ്ലൈറ്റ് ഗോവ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഗോവ എയർപോർട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇവിടെ ഒന്നുമില്ല, ആകെ ഒരു ഫ്ലൈറ്റ് മാത്രമേ കണ്ടുള്ളൂ. അതും ഇത്രയും ബാംഗ്ലൂർ എയർപോർട്ടിന്റെ അത്രയും വലിപ്പല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉണ്ടല്ലോ എന്റെ പൊന്നോ, എയർപോർട്ടിന്റെ ഉള്ളിൽ അങ്ങോട്ട് കേറിയപ്പോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളൊരു ഷോപ്പിംഗ് മാള് കേറിയ പോലെ നല്ല ഷോപ്പും വെറൈറ്റി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. നന്നായിട്ട് നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടായിട്ട് അടിപൊളിയാണ് ഗോവ എയർപോർട്ട്. പിന്നല്ലേ മനസ്സിലായത് പുതിയ എയർപോർട്ട് അത്ര ഗോവയിലെ. അതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ നല്ല നമുക്ക് ശരിക്കും ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ കേറിയ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. ഗോവ എയർപോർട്ടിൽ നിന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത് 4 മണിക്കാ. പിന്നെ അത്രയും നേരം എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടി തലങ്ങും വിലങ്ങും അങ്ങനെ നടന്നു, കുറെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പക്ഷെ ഉണ്ടല്ലോ, വിശപ്പിന്റെ വിളി അത് പിന്നെയും വിളിച്ചോണ്ടിരുന്നു. ഇപ്പൊ നിങ്ങള് വിചാരിക്കണ്ടാവും ആ സിനിമയിലെ ദിലീപിന്റെ മാതിരി ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞ് നടക്കായിരുന്നോന്ന്. അല്ലട്ടോ, 1780 രൂപ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിശപ്പൊക്കെ ഇങ്ങനെ കടിച്ചമർത്തിയിട്ട് നിന്നു. പിന്നെ അവിടുന്ന് ഒരു സാൻഡ്വിച്ചും ചായയും അത്ര മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതും കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നടന്നു. എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്നുണ്ടല്ലോ പുറത്തത്തെ വ്യൂ അത് പറയാൻ പറ്റൂല കേട്ടോ, അത്രക്ക് നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഗോവ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഏകദേശം ഒരു 6 മണി 6:30 തോന്നുന്നു. ആ സമയമൊക്കെ ആയപ്പോൾ ചണ്ഡീഗഡ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പക്ഷെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മളെ ടാക്സി ഡ്രൈവറാണ്. അത് ഹോട്ടലിൽ നിന്ന് തന്നെ അവർ ടാക്സി വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ചണ്ഡീഗഡ് എയർപോർട്ടിൽ നിന്നും പിന്നെ ഒരു 5 മണിക്കൂർ കാറിൽ ഇരിക്കണമായിരുന്നു നമ്മൾ മണാലിയിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രൈവർ ചങ്ങാതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ധാബയിൽ കൊണ്ടുപോയി നിർത്താന്. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ അതിലേറെ വിറ്റ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊന്നല്ല അയാൾ തരിക, അയാൾ പറഞ്ഞ ഫുഡ് നമ്മൾ കഴിക്കണം. അങ്ങനെ അവിടുന്ന് പനീർ ബട്ടർ മസാലയും റൊട്ടിയും ദാലൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 11:30 12 മണിയായിട്ടോ ഹോട്ടലിൽ എത്തിയപ്പോ. അവിടെ നിന്നാണെങ്കിൽ റൂം നോക്കുമ്പോ അടിപൊളി റൂം. നമ്മൾ ബുക്ക് ചെയ്തത് ഡ്യൂപ്ലെക്സ് ആയിരുന്നേ. താഴെ ഒരു ബെഡ്റൂമും പിന്നെ കോണി കയറിയിട്ട് മക്കൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമും ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അതിന്റെ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളിയായിരുന്നേ. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പകലിലെ വീഡിയോ ഒക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ അത് അപ്ലോഡ് ചെയ്യാണ്ട്. Deck the halls with boughs of holly, fa la 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 la. 'Tis the season to be jolly, fa la 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 la. Don we now our gay ലഗേജ് ഒക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും ഹോട്ടലിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പനീർ ബട്ടർ മസാലയും കടായി ചിക്കനും റൊട്ടിയൊക്കെ റെഡിയായി എന്ന് പറഞ്ഞിട്ട്. എഡിറ്റ് ചെയ്യുമ്പോഴാ ശ്രദ്ധിച്ച എത്ര ഭക്ഷണല്ലേ കഴിക്കണത്, എത്ര കഷ്ടപ്പെട്ട് കുറച്ച് തടിയാണെന്നോ. ഇനി ജിമ്മിൽ പോയി ഒന്ന് പിടിക്കണം. അപ്പൊ എപ്പോഴും പറയണ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.